മുഖ്യമന്ത്രി പിണറായി വിജയന് തെറ്റുപറ്റിയാൽ തിരുത്താൻ ആളില്ലെന്ന് CPI വിമർശനം. മുഖ്യമന്ത്രിയുടെ പല നടപടികളും UDFന്റെ ജോലി എളുപ്പത്തിലാക്കിയെന്നാണ് CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നത്. ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ ന്യൂനപക്ഷത്തെ അകറ്റിയെന്നും വിമർശനമുയർന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, കടുത്ത വിമർശനമാണോ ഈ CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ ഉയർന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്താനായി ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും CPIഎമ്മിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. CPIയുടെ ജില്ലാ സെക്രട്ടറിമാരാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി പാർട്ടിയിലും സർക്കാരിലും ഏകാധിപത്യപരമായ സമീപനമാണ് നടക്കുന്നത്. സർക്കാരിലും അതോടൊപ്പം തന്നെ മുന്നണിയിലും കാര്യമായ ചർച്ചകളൊന്നുമില്ല. മുഖ്യമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല, മറ്റുള്ളവർ കൂടി പ്രശ്നമാണ് അതെന്നാണ് ചർച്ചയിൽ ഉയർന്ന ഒരു അഭിപ്രായം. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വിമർശനങ്ങളാണ്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നും CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നു. ഈ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾ അകലാൻ ഇടയാക്കിയെന്ന വിമർശനവും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു. ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകളാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ അകറ്റിയത്. ഒപ്പം തന്നെ സാമുദായിക നേതൃത്വമായി, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനുമായുള്ള പരിധിവിട്ട ചെങ്ങാത്തവും ഒരു തരത്തിൽ തിരിച്ചടിയായി മാറി. മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റുക എന്നത് UDFന്റെ അജണ്ടയായിരുന്നു. അവരുടെ അജണ്ട എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഭരണ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ കാരണമായി. ജനങ്ങളെ സർക്കാരിനെ എതിരാക്കുന്ന പ്രവർത്തനം ആസൂത്രിതമായി നടപ്പിലാക്കലാണ് UDF ശ്രമിച്ചത്. UDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനും മറ്റും ഇതിനുവേണ്ടി കാര്യമായി പണിയെടുത്തു. എന്നാൽ അവരുടെ ജോലി എളുപ്പമാക്കുന്ന തരത്തിലുള്ള പരിപാടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പല നടപടികളുമെന്നാണ് വിമർശനം. അങ്ങനെ വാർഡ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ CPIഎമ്മിന് ഏകാധിപത്യപരമായുള്ള സമീപനമാണ്. അത് CPIക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കിയെന്ന വിമർശനവും ഇന്നത്തെ സംസ്ഥാന കൗൺസിൽ ഉയർന്നു. ഈ വിശദാംശങ്ങളെല്ലാം മുന്നണി യോഗത്തിൽ അറിയിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ചർച്ചകളിൽ ഉയർന്ന വിമർശനങ്ങൾ ശരിവെച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതെല്ലാം മുന്നണി യോഗത്തെ അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.